നിങ്ങൾ ഇന്ന് വരെ കടന്നുപോയിട്ടുള്ള പല കാര്യങ്ങൾ, അതിപ്പോൾ തെറ്റുകളായിക്കോട്ടെ, പരാജയങ്ങളായിക്കോട്ടെ, എല്ലാം തകർന്നു പോയി എന്ന് നിങ്ങൾ ഓർത്തിരുന്ന ആ നിമിഷങ്ങളായിക്കോട്ടെ, അതെല്ലാം വലിയൊരു കാര്യം നിങ്ങളെ അച്ചീവ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈം ഇനിയും അവസാനിച്ചിട്ടില്ല. ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും നല്ല തിരിച്ചുവരവിനായിട്ടുള്ള ടൈം, അതിനുള്ള പവർ നിങ്ങൾക്കിപ്പോഴും ഉണ്ട്. പക്ഷെ എല്ലാവരും കരുതുന്നത് പോലെ നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നുമല്ല തുടങ്ങുന്നത്. ബിക്കോസ് നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട്, പഠിച്ച പാഠങ്ങളുണ്ട്, അതിലൂടെ നിങ്ങൾ നേടിയെടുത്ത ധൈര്യമുണ്ട്. നിങ്ങൾ പലതവണ കേട്ട് കാണും, ഞാൻ അത്ര പോരാ, ഇനി എന്ത് ചെയ്യും, എന്റെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഒരുപാട് ലേറ്റ് ആയിപ്പോയി എന്നൊക്കെ. ബട്ട് ആ ചിന്തകളൊന്നും സത്യമല്ല, അതെല്ലാം ഇല്യൂഷൻസ് ആണ്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഭാഗ്യമുള്ളവർ മാത്രമേ സക്സസ് ആവൂ എന്നുള്ളത്. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ചെയ്ത തെറ്റുകൾ, ഇതെല്ലാം നമ്മളെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, സത്യമാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ, അതിന്റെ ക്രിയേറ്റർ നിങ്ങൾ തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഭാവിയെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യങ്ങളെ ചേഞ്ച് ചെയ്യുന്നതിനുള്ള പവർ നിങ്ങളിൽ തന്നെയാണ്. എങ്ങനെ? നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുത്തുകൊണ്ട്, നിങ്ങളുടെ ആക്ഷൻസിനെ മാറ്റിക്കൊണ്ട്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. അത് നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്മാറാൻ മനസ്സ് പലതവണ പറഞ്ഞിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയാറില്ലേ, നോട്ട് ടുഡേ, ഇന്നല്ല എന്ന്. അവിടെ നിന്നാണ് ഗ്രോത്ത് തുടങ്ങുന്നത്. സോ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കരുത്. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഓരോ എഫേർട്ടും നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളെയും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. ഒരാളുടെ അപ്രൂവലിന് വേണ്ടിയിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ഒരുങ്ങി കിട്ടുന്ന ഒരു പെർഫെക്റ്റ് ടൈം അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും ഓക്കെ ആയിട്ട് വരുന്ന ഒരു ദിവസവും ഉണ്ടാവില്ല. എക്സ്ക്യൂസസ് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, സ്വയം സംശയിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, ദെൻ ചേഞ്ച് വിൽ ഹാപ്പൻ. അത് കുറച്ച് റിസ്കിയാണ്, പക്ഷെ അവിടെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും ഏറ്റവും ടഫ് ആയിട്ടുള്ളത്. ബട്ട് നിങ്ങൾ ആ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെറ്റ് ആയിരിക്കും. എക്സ്ക്യൂസസ് പറയാത്ത, എന്ത് വന്നാലും ആത്മവിശ്വാസം കൈവിടാത്ത, പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റുന്ന ഒരാളാവണം നിങ്ങൾ. ഈ വർഷം അത് നിങ്ങളുടേതാണ്.